റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് ഒരു കൂട്ടം ആളുകൾ. കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്തിൻ്റെ 1-ാം വാർഡിലെ ചെങ്ങളം പട്ടട റോഡാണ് തീരെ സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് തന്നെ ബഹിഷ്കരിക്കുമെന്നൊരു തീരുമാനത്തിലേക്ക് നാട്ടുകാർ എത്തിയിരിക്കുന്നത്. ഒരു കൂട്ടം യുവാക്കളാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് തോന്നുന്നല്ലേ? ആദ്യം നമ്മൾ കൂട്ടുകാരെല്ലാവരും കൂടിയാണ് തീരുമാനിച്ചത്. കാരണം നമ്മുടെ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമായിട്ട് കാലങ്ങളായിട്ട് തന്നെ കിടക്കുമായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഓട്ടോ മറിഞ്ഞ് റോഡിൻ്റെ മോശം അവസ്ഥ കൊണ്ട് തന്നെ മറിഞ്ഞായിരുന്നു. അപ്പോൾ ഓട്ടോയുടെ ഡ്രൈവർ ഉൾപ്പെടെ വെള്ളത്തിൽ പോയായിരുന്നു. വലിയ അപകടങ്ങളൊന്നും പുള്ളിക്ക് സംഭവിച്ചില്ല. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ആർക്ക് വേണം സംഭവിക്കാനൊരു അവസ്ഥയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും രാത്രിയും പകലും എല്ലാം പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഇനിയും പ്രതികരിച്ചില്ലെന്നുണ്ടെങ്കിൽ അവസ്ഥ കൂടുതൽ മോശപ്പെട്ടു പോകും. നമ്മുടെ അവസ്ഥ പിന്നെ ആരും പരിഗണിക്കത്തില്ല എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ഇത് കറക്റ്റ് സമയം കൂടെയാണ്. കാരണം നമുക്ക് അത്യാവശ്യം ഇലക്ഷൻ്റെ സമയത്താണ് വില കിട്ടുന്നത്. നമ്മളെ അപ്പോഴാണ് ഓർക്കുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് തന്നെ പ്രതികരിക്കാൻ തന്നെ തീരുമാനിച്ചത്. 26-ാം തീയതി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വിലയില്ല. 26-ാം തീയതി ഒരു 5 മണി 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിലയില്ല. അന്ന് വരെ നമ്മളെ ഭയങ്കര വിളിയായിരിക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിളിച്ചുകൊണ്ടിരിക്കും. വോട്ട് ചെയ്യാൻ വരാൻ പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്തിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ മൈൻഡ് പോലും ചെയ്യത്തില്ല. അപ്പോൾ അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വോട്ട് ചോദിക്കാൻ വരുമ്പോഴേ അവസ്ഥ കാണുന്നതാണ്. അതനുസരിച്ച് നമ്മളോട് ചെയ്തു തരേണ്ടതാണ്. നമ്മൾ വലിയ വികസന സൗകര്യങ്ങളൊന്നും ചോദിക്കുന്നൊന്നുമില്ല. ബസ് റൂട്ടോ മെട്രോയോ നമ്മളൊന്നും ആവശ്യപ്പെടുന്നില്ല. നമ്മൾ മാന്യമായിട്ടൊരു ഓട്ടോ വരിക, അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട അത്യാവശ്യം ഒരു ഒമ്നിയുടെ മറ്റൊരു ആംബുലൻസ് വരെ ഇവിടെ എത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ളൊരു സൗകര്യം അത് മാത്രമേ ചോദിക്കണം. താങ്കൾ ഈ വാർഡിൽപ്പെട്ട ആൾ തന്നെയാണോ? അല്ല, ഞാൻ ഈ വാർഡില്ല. ഞാൻ ഈ പഞ്ചായത്തിലാണ്, തിരുവാർപ്പ് പഞ്ചായത്തിലുള്ള ആളാണ്. 12-ാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം എന്നോട് അവിടുത്തെ വികസനം നല്ല രീതിയിൽ എല്ലാം ഇറക്കുന്ന നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇവരെന്നെങ്കിലും വിളിച്ചിട്ട് ഇവിടുത്തെ ഈ അവസ്ഥ പറഞ്ഞപ്പോൾ ഒന്ന് നേരിൽ വന്ന് കാണാൻ വിചാരിച്ച് വന്നത്. പക്ഷേ ഇവിടം വരെ എത്താൻ തന്നെ ഒരു 20 മിനിറ്റ് എടുത്തു. 1.5 കിലോമീറ്ററേ ഉള്ളൂ. അതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. വളരെ ശോചനീയാവസ്ഥയാണ്. ഏറ്റവും വലിയ രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ ഈ തിരുവാർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അതാണ് പറഞ്ഞത്, പണ്ട് പുതുപ്പള്ളിയിൽ വികസനം ഇല്ല, അവിടെ പാലമില്ല എന്നൊക്കെ പറഞ്ഞ ആളാണ്. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ വാർഡിൻ്റെ അവസ്ഥയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. വളരെ മോശമാണ്. അതായത് ഒരു ദീർഘവീക്ഷണമില്ലാത്ത ഒരു രീതിയിലാണ് പോകുന്നത്. വളരെ ദയനീയമാണ്. അതുകൊണ്ട് അവരുടെ ഈ പ്രക്ഷോഭത്തിൽ അവരുടെ ഒപ്പം നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ എന്ത് ആവശ്യങ്ങൾക്കും മുമ്പോട്ട് ഇതുപോലെ തന്നെ നിൽക്കുമെന്ന് ഉറപ്പാക്കുക. അന്യസ്ഥലത്ത് വരുന്ന ആൾക്കാർ വരെ പറഞ്ഞുകൊണ്ട് ഇത്ര ഒരു ഗതികെട്ട റോഡാണ് ഇതെന്ന് ചോദിച്ചത്. പക്ഷേ ഇതിനൊക്കെ ഒരു കാരണം ഉണ്ടാണെങ്കിൽ ഇനി നമ്മൾ ഈ വോട്ട് ബഹിഷ്കരിക്കുക, ഇതിന് നടപടി ആര് നമുക്ക് ഇതിന് കൂടെ പങ്കാളിയായി നമുക്ക് വേണ്ടി സഹായിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്ന ആര് വരുന്നോ, ഏത് പാർട്ടിക്കാർ വരുന്നോ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ 2 വഴി ഞങ്ങൾക്ക് നന്നാക്കി കിട്ടുക എന്നുള്ളത് മാത്രമാണ്. ഞങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോഴത്തേക്കിന് ഈ വഴി ഉപകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഈ ആൾക്കാരെ ജയിപ്പിച്ചു വിടാനോ അല്ല വോട്ട് ചെയ്യാനോ ഞങ്ങൾ എന്തിനാണ് പോകുന്നത്? അതേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ കാര്യം. ഞങ്ങളുടെ റോഡ് 18 വർഷമായിട്ട് ഇങ്ങനെ കിടക്കുവാണ്. ഞങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ എല്ലാവരും വരും. അല്ല അത് കഴിഞ്ഞാൽ ആരും വരികയില്ല ഇങ്ങോട്ട്. ഞങ്ങളുടെ ഒരു കാര്യങ്ങളും അന്വേഷിക്കാൻ വരികയില്ല. ഞങ്ങൾ ഇവിടെ നവകേരളയിൽ കൊടുത്തു. ഞങ്ങൾ ആരും ഒന്നും പറയുന്നില്ല. ഞങ്ങൾക്കൊരു ആശുപത്രി പോകണമെങ്കിൽ എങ്ങനെ പോകും? ഞങ്ങൾ അത് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾ ആർക്കും വോട്ട് ചെയ്യുകയില്ല. എന്താണെങ്കിലും തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനാണ് ഈ നാട്ടുകാരുടെ ഒരു തീരുമാനം. ഇവർ പറയുന്നത് ഒരു ഓട്ടോറിക്ഷ പോലും സുഗമമായി കടന്നു വരാൻ സാധിക്കുന്ന വഴി തങ്ങൾക്കില്ല. അതുമാത്രമാണ് തങ്ങൾ ചോദിക്കുന്നത്. അതിനപ്പുറമായി വലിയ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ ഒന്നുമില്ല. ഒരു ഓട്ടോറിക്ഷ സുഗമമായി കടന്നു വരണം, പക്ഷേ അത് സാധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം യാത്രക്കാരുമായി വന്ന ഒരു ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിയുന്നൊരു സാഹചര്യം പോലും ഉണ്ടായി. ഈ അവസ്ഥയിൽ ഇനി ഇതിനൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ വോട്ട് ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിലാണ് ഈ നാട്ടുകാർ. കോട്ടയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.